പാവാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും കരുണയാണ്, എല്ലാവരോടും കരുണ. അതുകൊണ്ടാണ് അവിടുത്തെ അനുയായികളും അങ്ങനെ ആയി മാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഒരു പെൺകുട്ടി ചെറിയൊരു മോളിങ്ങനെ കരയുമ്പോൾ ആ മോളോട് ചോദിച്ചു, എന്തിനാ മോൾ കരയണത്? വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാം. ഞാനൊരു അടിമപ്പെണ്ണ, എന്റെ മുതലാളിയുടെ വീട്ടുകാർ എനിക്ക് 2 ദിർഹം തന്നിട്ട് സാധനം വാങ്ങാൻ അയച്ചതായിരുന്നു. എന്നിട്ട് അത് ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയി, ഞാൻ കുറെ നേരമായി പരതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ 2 ദിർഹം എടുത്തു കൊടുത്തു. ആ പെൺകുട്ടി വീണ്ടും ഇങ്ങനെ കരയുന്നു. എന്തിനാ മോളെ ഇനിയും കരയണത്? ഈ 2 ദിർഹം കൊണ്ട് സാധനം വാങ്ങിയിട്ട് വീട്ടിൽ പോയാൽ തന്നെ ഇത്രയും നേരം വൈകിയതിന് അഹാഫ് വാങ്ങി അഗ്രിപൂനി ആ വീട്ടുകാർ എന്നെ തല്ലോ ഒന്ന് പേടിക്കുന്നുണ്ട്. മോളെ വീട് എവിടെ? വരി. ആ വെയിലത്ത് ദൂരം ഇങ്ങനെ നടന്ന് ആ വീട്ടിലെത്തി. ഒരു അൻസാരിയുടെ വീടാ. സലാം പറഞ്ഞു, ആരും മടക്ക് നിൽക്കുന്നില്ല. 2ാമതും പറഞ്ഞു, മടക്കിയില്ല. 3ാമത് പറഞ്ഞപ്പോൾ സലാം മടക്കിക്കൊണ്ട് ആ സഹാബി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അഫ്വാൻ യാ റസൂലല്ലാഹ്, ക്ഷമിക്കണം, 1ാമത്തെ 2ാമത്തെ സലാം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, തങ്ങളുടെ ദുആ കൂടുതൽ കിട്ടട്ടെ എന്ന് കരുതി ഞാൻ സൗണ്ട് കുറച്ച് സലാം മടക്കിയതാണ്. 3ാമത്തത് സലാം ഉറക്കെ മടക്കിയില്ലെങ്കിൽ തങ്ങൾ തിരിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ വന്നതാണ്. തങ്ങൾ എന്തിനാ ഇത്ര ദൂരത്ത് ഇവിടത്തേക്ക് കഷ്ടപ്പെട്ടു വന്നത്? ഈ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലെ? അതെ. നിങ്ങൾ വല്ല സാധനം വാങ്ങാൻ? അത് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മോളുടെ 2 ദിർഹം മിസ്സായിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. നേരം വൈകിയത് നിങ്ങൾ തല്ലോ എന്ന് പേടിച്ചിട്ട് ആ മോള് കരയുമ്പോൾ ആ കുട്ടിനെ തല്ലല്ലേ എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ആ സ്വഹാബി കരഞ്ഞുപോയി. ഈ മോളെ കാരണത്താലാണല്ലോ എന്റെ മുത്ത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നത്. ഈ മോളെ ഞാൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിന്റെ ബാക്കി ഭാഗം.